ആ സമരത്തെ ഇവർ പുച്ഛിച്ചു തള്ളുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് ഇവിടെയുള്ള ജനങ്ങളെ ബഹുമാനപ്പെട്ട ഇൻഡ്യൂസറി മണ്ഡലം അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് ഷൈരോ ഇവിടെ സ്റ്റേജിലേക്ക് വരണം പ്ലീസ്. അപ്പോൾ നമ്മൾ ആ തൊഴിലാളികളെ പുച്ഛിച്ചു തള്ളുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും അതേപോലെ നമ്മുടെ CA2-ൻ്റെ നേതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അവർ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണോ? അവർക്ക് അർഹതപ്പെടാത്ത ആനുകൂല്യമാണോ അവർ ചോദിക്കുന്നത്? അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് 2016 ഈ LDF ഗവൺമെൻറ് അന്ന് LDF-ൻ്റെ പ്രകടന പത്രികയിൽ അവർ തെരഞ്ഞെടുപ്പിന് ഈ കേരളത്തിലെ ജനങ്ങളെ നേരിട്ടപ്പോൾ അവർ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്ന ഒരു വാഗ്ദാനമായിരുന്നു, നിങ്ങൾ ഈ ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിലെത്തിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ ആശാപ്രവർത്തകരുടെ ഓണറേറിയം ആനുകൂല്യം വർദ്ധിപ്പിച്ച് 21,000 രൂപയാക്കുമെന്ന് LDF സർക്കാർ ഇവിടെ വാഗ്ദാനം ചെയ്ത് LDF അന്നത്തെ നേതൃത്വം പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആ നേതാക്കന്മാർ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. ആ വാഗ്ദാനം ഇപ്പോൾ 2025 അടുത്ത വർഷം ഈ സർക്കാർ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കണമെന്ന് മാത്രമാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാരിനും ഈ സർക്കാരിൻ്റെ ഭാഗമായ CA2-നും ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഇങ്ങനെ ആക്ഷേപിക്കാൻ? അവർ പറഞ്ഞ വാക്കുകൾ ഇവിടെ ഞാൻ പറയുന്നില്ല, അത് പറയാൻ നമുക്ക് തന്നെ ലജ്ജ തോന്നും. അത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ഈ തൊഴിലാളികളെ ആക്ഷേപിക്കാനുള്ള ഒരു തൻ്റെടവും അതിനുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു സ്ഥിതിയും ഇന്ന് ഇവർക്ക് എവിടെ നിന്നുണ്ടായി എന്നാണ് നമ്മൾ ഈ ജനങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഈ മൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ, അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സഖാക്കളോടും ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റുകാരോടും ചോദിക്കുവാനുള്ളത്, ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്താണ്? ഈ സർക്കാരിൻ്റെ നയം എന്താണ്? ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻഗണന എന്താണ്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ മുൻഗണന മാറിപ്പോയി. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന കനൽ വഴികളിലൂടെ കടന്നു വന്ന ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ എന്തുകൊണ്ട് ഇന്ന് സമരം ചെയ്യുന്നവരെ പുച്ഛിച്ചു തള്ളുന്നു എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചില്ലേ? ഇത് കേവലം ഒരു ആശാപ്രവർത്തകരുടെ സമരമായി കണ്ട് എഴുതി തള്ളേണ്ട ഒന്നാണോ? കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ സമരത്തെ വളരെ ഗൗരവമായിട്ടെടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇവരുടെ പ്രയോറിറ്റി മാറിപ്പോകുന്നു? ഇവരെ ബക്കറ്റ് പിരിവിനെ ആക്ഷേപിക്കുന്നു, ഇവർ ചോട്ടാ പാർട്ടികളെ ഇവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു, വിപ്ലവ പാർട്ടികളെന്ന് ആക്ഷേപിക്കുന്നു, ഇവരെ തൊഴിലാളികളെ കീടങ്ങളെന്ന് വിളിക്കുന്നു, കേന്ദ്രമന്ത്രി ചെന്നത് വേറെ എന്തെങ്കിലും കൊടുക്കാനാണോ എന്ന് ചോദിക്കുന്നു. ഇവര് ഏത് സമരത്തെയാണ് ഇതുപോലെ പുച്ഛിക്കാത്തത്? നിങ്ങൾക്കറിയാം, കേരള ചരിത്രം പരിശോധിച്ചാൽ ഇവർ നടത്തിയ സമരങ്ങളിലൂടെ ഇവർ നേടിയിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഈ സംസ്ഥാനത്ത് CPM-നെ പോലെ, സംസ്ഥാനത്തല്ല ഈ രാജ്യത്ത് നിന്ന് ഇതേപോലെ കോടിപതികളായ, ഇതേപോലെ കോടാനുകോടികൾ സമ്പത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുണ്ടോ? ഇന്ത്യ ഭരിക്കുന്ന BJP-യേക്കാൾ ആസ്തിയുള്ള പാർട്ടിയാണ് ഇന്ന് CPM എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സമ്പത്ത് മുഴുവൻ ഇവർ നേടിയെടുത്തത് ഈ ബക്കറ്റ് പിരിവിലൂടെയും ഇവരെ ആക്ഷേപിച്ച ഇത്തരം സമര പരിപാടികളിലൂടെയുമല്ലേ? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ജനങ്ങളുടെ മുമ്പിലേക്ക് ഇതെല്ലാം നമ്മൾ ഇട്ടുകൊടുക്കേണ്ടതല്ലേ? ഇതിന് പകരം നമ്മൾ ആശാപ്രവർത്തകരെ ആക്ഷേപിച്ചുകൊണ്ട് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ സമരം അവർക്ക് വേണ്ടി മാത്രമുള്ളതാക്കി മാറ്റരുത്. അടിസ്ഥാന ജനവിഭാഗങ്ങൾ, നമ്മൾ ആശാപ്രവർത്തകർ മാത്രമല്ല, ഈ പറഞ്ഞ അംഗനവാടി വർക്കേഴ്സ്, സ്കൂളുകളിൽ ഭക്ഷണം വയ്ക്കുന്ന പാചക തൊഴിലാളികൾ, അതേപോലെ അടിസ്ഥാന തൊഴിലാളികൾ മുഴുവൻ ഇന്ന് ആശങ്കയിലും അവർ നിരാശയിലുമാണ്. കണ്ണീര് കൊണ്ടാണ് അവർ അരിവേവിക്കുന്നത്. കാരണം എന്താണ്? ഇന്ന് KSRTC ജീവനക്കാരുടെ അവസ്ഥ നമുക്കറിയാം. ഒരു അടിസ്ഥാന തൊഴിലാളി വിഭാഗത്തിന്റെ വർഗബോധം പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ ഇക്കിളിപ്പെടുത്തുന്ന, അവർക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്ന ഈ സർക്കാർ എന്താണെന്ന് ഈ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്നത് എന്ന് എന്തുകൊണ്ട് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിക്കുന്നില്ല? ഇപ്പൊ ഞാൻ പറഞ്ഞ അവർക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അടിമത്തത്തിന്റെ അടിത്തട്ടിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പൊ CPM-ന്റെ ഒരു സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു, ഒരു മാമാങ്കം നടത്തി, കോടാനുകോടികൾ അവർ പൊടിച്ച് കോടതിയെപ്പോലും
വിറപ്പിച്ചുകൊണ്ട് കോടതിയുടെ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് അവർ നടത്തി കാണിച്ച എല്ലാ പരിപാടികളും നിങ്ങൾ കണ്ടതാണ്. ആ പരിപാടികൾക്ക് മുമ്പിൽ അത് മറച്ചു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ആ പരിപാടിയിലൂടെ ജനങ്ങളുടെ മുമ്പിൽ ഒരുപാട് പൊള്ളയായ വാഗ്ദാനങ്ങൾ വെക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ കേരളം നടപ്പിലാക്കും, ഇവിടെ നവകേരളം സൃഷ്ടിക്കും, ഇവര് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഒരു വികസന നയരേഖയുണ്ട്, നവകേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴികാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 41 പേജുള്ള ഒരു നയരേഖ, വികസന രേഖ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു. അതൊക്കെ നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതിൽ ഒളിച്ചു വെച്ചിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ആ നയരേഖയിൽ പറയുന്നു, നമ്മളിവിടെ ഈ വികസനത്തിന് വേണ്ടി സെസ് ഏർപ്പെടുത്തണം. സെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളോഹരി വരുമാനത്തിനനുസരിച്ച് നികുതി ഏർപ്പെടുത്തും. നമ്മൾ സെസ് ഇപ്പോൾ 2 രൂപയ്ക്ക് പെട്രോളിന് സെസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആരും അറിയുന്നില്ല, നമ്മളതൊക്കെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളോട് പറഞ്ഞത് പെൻഷൻ കൊടുക്കാനാണെന്നും പറഞ്ഞാണ് സെസ് പിരിച്ചത്. ഇപ്പോൾ ആ പെൻഷൻ കൊടുക്കുന്നുമില്ലെന്ന് മാത്രമല്ല, ഈ സെസ് പിരിവ് നിർത്തുന്നില്ല. അപ്പോൾ സെസ് പിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ വരുമാനത്തിന് ആനുപാതികമായി സെസ് പിരിക്കാൻ, കരം പിരിക്കാൻ തീരുമാനിക്കുന്ന ഒരു നയരേഖ CPM അംഗീകരിച്ചു സംസ്ഥാന സമ്മേളനത്തിൽ. ഇനി പിണറായി വിജയൻ അത് 3ാമത് അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ കരങ്ങളാണ് നമ്മുടെ തലയിൽ, എന്തൊക്കെ ചുങ്കമാണ് അടിച്ചേൽപ്പിക്കുന്നത് എന്ന് ഒരു പിടുത്തവുമില്ലാതെ നമ്മൾ ഇന്ന് അലയുകയാണ്. ഇവിടെ ഇപ്പൊ ഈ റോഡ് പണിയുന്നുണ്ട്. ഈ റോഡിലൂടെ ഇനി നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ ഈ റോഡിന് ബഹുമാനപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് KP പോളിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഈ റോഡിലൂടെ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ കിഫ്ബിക്ക് ടോൾ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോ ഈ നയരേഖയെ കുറിച്ച് ചോദിച്ചപ്പോ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ്, അത് ഒരു സാധ്യത മാത്രമാണ്. ഏത് സെസ് എന്ന് പറയുന്നത് ഒരു സാധ്യത മാത്രമാണ്, അത് നയമല്ല. എന്താ ഈ പറഞ്ഞതിന് അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല. സെസ് പിരിക്കാൻ തീരുമാനിച്ചു എന്ന് ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ച് അത് ജനങ്ങളെ കൊണ്ട് കൈയടിപ്പിച്ച് അംഗീകരിച്ച് കുറച്ചു പേര് അതിനെ വിമർശിച്ചു കഴിഞ്ഞപ്പോൾ പറയണു അതൊരു സാധ്യത ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ, അത് നയമല്ല. അപ്പോൾ പിന്നെ നമ്മുടെ MP ഗോവിന്ദനോട് ചോദിക്കുന്നു, അത് ഒരു റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ലേഖകൻ ചോദിച്ചു, അല്ലയോ സെക്രട്ടറി സഖാവെ, എന്താ ഈ നമ്മുടെ സ്വാശ്രയ മാനേജ്മെന്റിന് നിങ്ങൾ എതിരായിരുന്നല്ലോ, ഇപ്പം എന്താണ് ഈ സ്വാശ്രയ മാനേജ്മെന്റ് നിങ്ങൾ കൊണ്ടുവരുന്നല്ലോ? CPM ഇപ്പോഴും സ്വാശ്രയ മാനേജ്മെന്റിനെതിരാണ്. പക്ഷേ LDF സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവരുടെ CPMന്റെ നയവും പിണറായി വിജയന്റെ നയവും രണ്ടും രണ്ടാണ്. അപ്പൊ CPM പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി കേൾക്കുന്നില്ലെന്നാണ് MP ഗോവിന്ദൻ ആ ലേഖനോട് പറഞ്ഞത്, ആ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞത്. അപ്പൊ ഇവര് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുക, പൊള്ളയായ വാഗ്ദാനങ്ങൾ പറയുക, ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഇപ്പൊ ഒരു സമരത്തിന്റെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് ഈ സമരത്തെ അംഗീകരിക്കുന്നില്ല? ഇവർ സമരത്തെ അംഗീകരിച്ച ചരിത്രമില്ല. ഈ ഒരു 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നമ്മൾ മലയാളികൾ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോവുകയാണ്. നമുക്കറിയാം, ഏറ്റവും ഒരു 60 വയസ്സ് വരെ ഈ രാജ്യത്തിനും കുടുംബത്തിനും വേണ്ടി പണിയെടുത്ത ഒരു പൗരൻ, അവന്റെ 60ാം വയസ്സിൽ ഒരു പെൻഷനുണ്ട്. നമ്മളതിനെ വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറയും. ആ പെൻഷൻ നിഷേധിക്കപ്പെട്ട് 72 വയസ്സുള്ള 78 വയസ്സുള്ള 2 അമ്മമാർ പിച്ചച്ചട്ടിയുമായി ഈ കേരളത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ അവരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ മറിയക്കുട്ടി വല്യമ്മയെ നമുക്ക് മറക്കാൻ സാധിക്കുമോ? അവർക്ക് 5 ഏക്കർ തോട്ടമുണ്ടെന്നും ബംഗ്ലാവ് ഉണ്ടെന്നും അവരുടെ മക്കളെല്ലാം വിദേശത്താണെന്നും പ്രചരിപ്പിച്ച് അവർ ആ സമര രംഗത്ത് നിന്ന് പിന്മാറ്റാൻ ശ്രമിച്ചു. അതേപോലെ അതിനുശേഷം നിരവധി സമര പോരാട്ടങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു. PSC അംഗങ്ങളുടെ സമര കോലാഹലങ്ങൾ നമ്മൾ കണ്ടു. അവരെന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തു. റാങ്ക് ലിസ്റ്റിലുള്ളവർ അവർക്ക് ജോലി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഏജ് ഓവർ ആവുന്നു, ഞങ്ങൾക്ക് ജോലി തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവർ ശയന പ്രദർശനം നടത്തി, അവർ മണ്ണ് വാരി തിന്നു. ഇങ്ങനെ നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി. ആ സമരം എങ്ങുമെത്താതെ ഇവർ ആക്ഷേപിച്ചും തള്ളിപ്പറഞ്ഞും അവരെ കളിയാക്കിയും ആ സമരം അവസാനിപ്പിക്കേണ്ടി വന്നു. അതിനുശേഷം നമുക്കറിയാം, ഒരു പാവപ്പെട്ട ഒരു പയ്യൻ ജിഷ്ണു പ്രണോയ്, ആ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണു പ്രണോയ്, അദ്ദേഹത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് തിരുവനന്തപുരത്ത് പോയി ജിഷ്ണു പ്രണോയുടെ കഥ പറയുന്നത്, ചരിത്രം പറയുന്നത്, ആ പയ്യൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ കണി കാണുന്നത് ഈ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടമാണ്. അങ്ങനെ കണി കണ്ട് ഉണർന്നുകൊണ്ട് അദ്ദേഹം ബഹുമാനിച്ച് ആരാധിച്ചിരുന്ന ആ മനുഷ്യൻ ഈ പയ്യന്റെ മാതാവിനൊന്ന് കാണാൻ കൂട്ടാക്കാതെ
അവരെ ആ നടുറോഡിലൂടെ വലിച്ചിഴച്ച് ആ സമരം അവസാനിപ്പിച്ച് ഒരു CBI അന്വേഷണമില്ലാതെ അത് അവസാനിപ്പിക്കുന്ന രംഗം നമ്മൾ കണ്ടു. ഇതേപോലെ നിരവധി അനവധി ഇവിടെ പറഞ്ഞാൽ തീരാത്ത കഥ ഒരു ചരിത്രം, സമരചരിത്രം, പരാജയപ്പെട്ട സമരചരിത്രം നമുക്കുണ്ട്. ഈ പരാജയപ്പെട്ട സമരചരിത്രം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇത് വളരെ ഭീകരമാണ്. ജനാധിപത്യ വിശ്വാസികൾ വളരെ വളരെ കൂലങ്കഷമായി ചിന്തിക്കേണ്ടതും ഗൗരവമായിട്ട് ഈ പ്രതികരിക്കേണ്ടതുമായ ഒരു സത്യമാണിത്. എന്തുകൊണ്ട് ഈ സമരങ്ങൾ പരാജയപ്പെടുന്നു? സമരങ്ങൾ പരാജയപ്പെടുന്നത് ഇപ്പോൾ UDF-നെ കുറിച്ച് പറയുന്നത് സമരം നടത്തുന്നില്ല. സമരം നടത്താനിട്ടാണോ? ഈ സർക്കാരിൻ്റെ എല്ലാ പൊള്ളത്തരങ്ങളും നമ്മുടെ VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ സഭയിൽ ഉന്നയിക്കുകയും പെരുവിൽ സമരം നടത്തുകയും ചെയ്യുകയാണ്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള നേതാക്കൾക്ക് എല്ലാ ദിവസവും സമരത്തിന് പോകണം. ഒന്നിലെ എറണാകുളത്ത് കളക്ടറേറ്റിന് മുമ്പിൽ, അല്ലെങ്കിൽ ആലുവയിൽ, അല്ലെങ്കിൽ അങ്കമാലിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കറുകുറ്റിയിൽ, ഇങ്ങനെ ദിവസം തോറും ഞങ്ങളുടെ ടൈം ടേബിളിൽ സമരമാണ്. എന്നിട്ടും നമ്മുടെ ജനങ്ങൾ പറയുന്നു സമരം ചെയ്യാത്തതുകൊണ്ടാണ് പിണറായി വിജയൻ തോന്നിവാസം ചെയ്യുന്നത്. സമരം ചെയ്യാത്തതുകൊണ്ടല്ല സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമരങ്ങൾക്ക് കാതുകൊടുക്കാത്ത നിഷ്ഠൂരനായ ഒരു മൃഗീയ വാസനകളുള്ള മനുഷ്യനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന ആദ്യ രാഷ്ട്രീയ കൊലപാതകം ആ കണ്ണൂരിന്റെ മണ്ണിൽ നടപ്പിലാക്കിയ, ചേറ്റുകത്തിക്കൊണ്ട് ഒരു മനുഷ്യന്റെ തല വെട്ടിമാറ്റിയ ഒരു മനുഷ്യനാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി. ഇത് പറയാൻ എനിക്കൊരു മടിയുമില്ല. അങ്ങനെയുള്ള മനുഷ്യനിൽ നിന്നും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ആ മന്ത്രിസഭയിൽ നിന്നും ഈ പാവപ്പെട്ടവന്റെ സമരത്തിന് കാതു കൊടുക്കുമെന്ന്, അല്ലെങ്കിൽ അവരെ ചെവി ചായ്ക്കുമെന്ന്, മനസ്സ് കൊടുക്കുമെന്ന് ചിന്തിച്ച നമ്മളാണ് മണ്ടന്മാർ. ഇതിന് നമ്മളാണ് സമയം ഒരുക്കി കൊടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് രക്ഷക വേഷമണിഞ്ഞുകൊണ്ട് ആ 1000 രൂപയുടെ കിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് 350 രൂപ കമ്മീഷനെ അടിച്ചു മാറ്റിക്കൊണ്ട് 650 രൂപയുടെ ഈ കിറ്റ് കൊടുത്തുകൊണ്ട് രക്ഷക വേഷമണിഞ്ഞ് ദൈവത്തിൻ്റെ മുഖം കാണിച്ചുകൊണ്ട് ഇവിടെയുള്ള കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കണം, ആ പട്ടികൾക്ക് നിങ്ങൾ തിന്നാൻ കൊടുക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ PR വർക്ക് നടത്തി ഈ പ്രബുദ്ധ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികളുടെ മനസ്സ് പിടിച്ചെടുത്ത് നമ്മളൊക്കെ വെറും ഭോഷന്മാരാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം 2ാം വട്ടം അധികാരത്തിൽ വന്നു. ഇപ്പോൾ 3ാം വട്ടം അധികാരത്തിൽ വരുമെന്ന് വളരെ ഗർവോടെ ഈ മലയാളിയുടെ നെഞ്ചത്ത് ചവിട്ടി CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവർ പ്രഖ്യാപിക്കുകയാണ്. എന്ത് ധൈര്യത്തിലാണ് ഇവരത് പ്രഖ്യാപിക്കുന്നത്? എന്താണ് ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? നവകേരളം സൃഷ്ടിച്ചെന്നോ? എന്ത് ശരിയാണ്, നവകേരളം സൃഷ്ടിച്ച കഥകൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ നേതാക്കന്മാർ ഒരുപാട് ഇരിക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇന്ന് സമരം മാത്രമാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ഇനി സമയമുണ്ട്, നമുക്ക് സമ്മതിക്കാം. ഇതിനെതിരായിട്ട് സംസാരിക്കാൻ CPM-നുണ്ടെങ്കിൽ നമുക്ക് അതിന് അവസരമുണ്ടാക്കാം. അപ്പോൾ നിരവധി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒരു വികസന പദ്ധതി പോലും ഈ സംസ്ഥാനത്തിന് 8-9 വർഷമായിട്ട് കാണിച്ചു കൊടുക്കാൻ സ്വന്തമായിട്ടില്ലാത്ത, ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നത് എന്താ? മരുമോൻ കുറെ NH നമ്മുടെ ഹൈവേകൾ പണിയുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഈ കേന്ദ്ര മന്ത്രിസഭയുടെ കീഴിൽ നമ്മൾ ഒരുപാട് കോടാനുകോടികൾ നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ വിഹിതമായി നമുക്ക് ലഭിക്കേണ്ട നാഷണൽ ഹൈവേകളുടെ വികസനമുണ്ട്. ആ നാഷണൽ ഹൈവേകളുടെ വികസനം വഴി ഈ സംസ്ഥാനത്ത് നിരവധി റോഡുകൾ പണിയുന്നു. ആ റോഡുകളൊക്കെ ഇദ്ദേഹം അവിടെ ചെന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ഫോട്ടോ പിടിച്ചിട്ട് അദ്ദേഹം പറയണോ, കണ്ടോ നമ്മുടെ സംസ്ഥാനം റോഡൊക്കെ വളരെ മനോഹരമായി. പിണറായി വിജയൻ പറയാണ്, കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നിന്ന് ഒരു കൊച്ചു വന്നു എന്നോട് പറയുന്നു, എത്ര മനോഹരമായിരിക്കുന്നു കേരളം, വളരെ മനോഹരമായ റോഡുകൾ ഉണ്ടായിരിക്കുന്നു. ഈ റോഡ് ആരുണ്ടാക്കി? ഈ സംസ്ഥാനത്തിന് എന്താണ് അതിൽ പങ്ക്? അപ്പൊ പറയുന്നു സംസ്ഥാനത്ത് UDF-ന്റെ കാലത്ത് നടത്താതിരുന്ന ഈ വികസനമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തുകൊണ്ട് ആ വികസനം നടന്നില്ല? ഗെയിൽ പൈപ്പ് നടത്തി ഞങ്ങൾ. എങ്ങനെ നടത്തി? ആ ഗെയിൽ പൈപ്പിന്റെ മുമ്പിൽ സമരത്തിന് നിന്ന് ഇത് മണ്ണിൽ കുഴിച്ചിടുന്ന ബോംബാണെന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണെന്ന് മന്ത്രിയായിട്ടുള്ള PR രാജീവ്. അതേപോലെ ഇവരുടെ എല്ലാ സഖാക്കളെയും അഴിച്ചുവിട്ടുകൊണ്ട് സമരം നടത്തി ഈ സംസ്ഥാനത്ത് മനുഷ്യ ശവക്കോട്ട നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ മാന്യനായ മുഖ്യമന്ത്രി അത്തരം സമരങ്ങൾക്ക് കാതുകൊടുത്തുകൊണ്ട് മനസ്സ് കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ പരിപാടികൾ പതുക്കെ ഈ സമരത്തിന് ശേഷം നടപ്പിലാക്കാമെന്ന് തീരുമാനിച്ചു. അതൊരു മനസാക്ഷിയുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നു. മനസാക്ഷി മരവിച്ച ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ സമരത്തിന് ആളില്ല. കാരണം വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മളെതിരല്ല. നമ്മൾ വികസനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ അവസരമുണ്ടാക്കി കൊടുത്തു. നമ്മൾ സമരം നടത്തിയില്ല. അപ്പൊ ഗെയിൽ പൈപ്പ് വന്നു. അപ്പൊ തടസ്സുന്നവർ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ തടസ്സവിടെ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതേപോലെ NH-ന്റെയും സ്ഥലം വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞവർ അതിന് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായി. എന്തുകൊണ്ട്?
നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്ന ആ നിയമത്തിന്റെ ഫലമായി ഒരാള് ഒരു സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ അതിന്റെ മാർക്കറ്റ് വിലയേക്കാൾ 5 ഇരട്ടിയും 10 ഇരട്ടിയും വില ലഭിച്ചപ്പോൾ അവർ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായി. അതിന്റെ ക്രെഡിറ്റും നമുക്കാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ മന്ത്രിസഭ കൊണ്ടുവന്ന നിയമം മൂലമാണ് അവർക്ക് ആ സ്ഥലത്തിന് ആ നഷ്ടപരിഹാരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നടപ്പിലാക്കുന്ന പദ്ധതി എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെടാൻ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ വരുന്ന ചില ആളുകളുണ്ട്. അവരാണ് അടുത്ത ഇലക്ഷന് ഇപ്പൊ നടക്കാൻ പോകുന്ന കാര്യം എന്താ? ഇപ്പൊ നമുക്കറിയാം, വയനാട് നടന്ന ദുരന്തം, നമ്മുടെയൊക്കെ കണ്ണീര് ഇപ്പോഴും തോന്നിട്ടില്ല. ആ മനുഷ്യ മക്കളെ കാണാൻ മനസ്സുണ്ടാകാതെ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മനസ്സുണ്ടാകാതെ, അവർക്ക് ഇപ്പോഴും ഒരു ആനുകൂല്യം കൊടുക്കാതെ, ഒരു വീട് വെച്ചു കൊടുക്കാതെ 800 കോടി രൂപയോളം എല്ലാ നല്ല മനസ്സുള്ള മലയാളികൾ ലോകമെമ്പാട് നിന്നും അയച്ച ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ട് അതവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ പുറകെ സമരം. ഇതാണ് ഇവർക്ക് 2 മുഖമാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു മുഖം സമരത്തിന്റെ, ഒരു മുഖം ഈ ക്രൂരമായ മറച്ചു പിടിക്കലിന്റെ. ഈ കിട്ടിയ കാശ് മുഴുവൻ അവർക്ക് കൊടുക്കേണ്ടതാണ്. ഈ സംസ്ഥാനത്തിന്റെ 1 രൂപ കൊടുത്തില്ലെങ്കിലും ഈ 800 കോടി രൂപ അവർക്ക് കൊടുത്താൽ അവർ 1 ഏക്കർ സ്ഥലം വെച്ച് മേടിച്ച് നല്ല രീതിയിൽ അന്തസ്സായിട്ട് ജീവിക്കാൻ സാധിക്കും. പക്ഷെ അത് കൊടുക്കാതെ ഇനിയിപ്പോ ചെയ്യാൻ പോണെന്താ, 2026 അവസാനമാകുമ്പോഴേക്കും അവിടെ കുറച്ച് വീടുകൾ പണിത് കൊടുക്കും. എന്നിട്ട് രക്ഷക വേഷമണിയും PR വർക്ക് നടത്തും. ദേ അവതരിച്ചു നമ്മുടെ രക്ഷകൻ. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യും. പിടിയുന്ന നമ്മളൊക്കെ അങ്ങനെ അങ്ങോട്ട് മനസ്സ് മാറി വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്താതെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ PR വർക്കിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ സംസ്ഥാനത്തിന്റെ 25 വർഷത്തെ വികസനം ഇനി അടുത്ത വർഷം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ വളരെ ജാഗ്രതയോടെ ഇത്തരം സമരങ്ങളെ സമീപിക്കേണ്ടതുണ്ട്. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഴുവൻ സപ്പോർട്ടും നമുക്കുണ്ട്. ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് പ്രതീകം മാത്രമാണ്. ആശാ വർക്കേഴ്സിന്റെ മാത്രമല്ല, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മുഴുവൻ ഉന്നമനവും അവരുടെ വികസനവുമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വികസനവും കരുതലും എന്ന മുദ്രാവാക്യം മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ അടുത്ത ഒരു മന്ത്രിസഭ വരുമ്പോൾ ആ മുദ്രാവാക്യം ഏറ്റെടുത്തു കൊണ്ടുപോകുന്ന ഒരു മന്ത്രിസഭ ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ ആശാ വർക്കേഴ്സിന്റെയും അംഗനവാടി പ്രവർത്തകരുടെയും ഈ പറഞ്ഞ പാചക തൊഴിലാളികളുടെയും KSRTC ജീവനക്കാരുടെയും എല്ലാ മേഖലയിലുള്ള തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ ഇവർ പറഞ്ഞതുപോലെ എല്ലാം ശരിയാക്കി തരാമെന്നല്ല, എല്ലാ പ്രശ്നങ്ങൾക്കും ചെവി കൊടുക്കുന്ന ഒരു മന്ത്രിസഭയും ജനപ്രതിനിധികളും ജനനേതാക്കളും കൂടി ഉണ്ടാകും. കർണപുടം അടച്ചു വെച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ ശബ്ദം കേൾക്കാതെ, അവരുടെ നിലവിളി കേൾക്കാതെ, അവർക്ക് എതിരായി ചിന്തിച്ചുകൊണ്ട് അവരുടെ സമരങ്ങളെ അടിച്ചമർത്താമെന്ന് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിന് അധികകാലം വേണ്ട. അതിനെ സപ്പോർട്ട് പിടിച്ചതുകൊണ്ട് എന്ത് നുണയും അസംബ്ലിയിൽ പറയാൻ മടിയില്ലാത്ത ഒരു വീണ ജോർജിനെ സംസ്ഥാന സമിതിയിലേക്ക് പ്രത്യേക ക്ഷണിതാവ്, നമ്മുടെ AICCയിൽ പ്രത്യേക ക്ഷണിതാവ് വരുമ്പോൾ ഇവർ ആക്ഷേപിച്ചിരുന്നു. എന്താ ക്ഷണിതാവ്? ഇപ്പൊ എന്തിനാ ക്ഷണിതാവ്? വീണ ജോർജിനെ എന്തിനാ ക്ഷണിതാവാക്കിയെന്ന് ഞാൻ ചോദിച്ചതല്ല കേട്ടോ. അവിടെ എന്താ AN ഗോപിനാഥ് അങ്ങനെ ഒരു നേതാവ് സഖാവ് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം രാജിവെച്ച് പുറത്തുപോയി. അദ്ദേഹം ഇന്ന് CPM-ലില്ല. അപ്പൊ അദ്ദേഹത്തെ പോലെ വർഷങ്ങളായി പണിയെടുത്ത സഖാക്കളെ പിന്തള്ളിക്കൊണ്ട് ഈ ഞങ്ങൾക്കൊരു കപ്പെത്താനുണ്ട് സാർ, ഈ കപ്പൽ ആടിയുലയുകയില്ല, അങ്ങനെ ആടിയുലയില്ല. പക്ഷെ എന്താ, ഇതിൽ വെള്ളം കയറി മുങ്ങാറായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ നേതാക്കളുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഒരു കാര്യം മാത്രം പറയുകയാണ്, ഈ സമരം ആശാപ്രവർത്തകരുടെ മാത്രമല്ല, ജനകീയ വിഷയമാണ്. ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഇവിടെ നിർജീവമായി മരവിപ്പിച്ചു നിർത്തിയാൽ നമ്മുടെ താഴെത്തട്ടിലുള്ള സാമ്പത്തിക ഒഴുക്ക് ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വികസനം സാധ്യമാവില്ല. ഇവര് വരേണ്യവർഗത്തിന്റെ കയ്യിലേക്ക് PSC അംഗങ്ങൾക്ക് 4 ലക്ഷത്തോളം രൂപ ശമ്പളമായി കൊടുത്തു. ഒരു പണിയെടുക്കാത്ത ഈ ആശാപ്രവർത്തകരുടെ ശമ്പളം പോലും മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത ഈ തോമസ് ഐസക്കിന് ഒരു മടിയുമില്ലാതെ 12 ലക്ഷം രൂപ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇതിനൊക്കെ ഇവർക്ക് പണമുണ്ട്, പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ ഇവരുടെ സമരത്തിൽ 100% ആത്മാർത്ഥതയോടെ നമ്മൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് INTUC-യുടെ എല്ലാ സമരങ്ങൾക്കും തുടർന്നുള്ള കോൺഗ്രസിന്റെ പരിപാടികൾക്ക് നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമര പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ദേശസ്നേഹികളെ, പൗരപ്രമുഖന്മാരെ, ഇതാണ് പൗരപ്രമുഖന്മാര് ഈ പിണറായി പങ്കെടുത്ത ഈ നമ്മുടെ ഈ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് സംവദിക്കാൻ, അതിൽ ഇടപെട്ടുകൊണ്ട് അതിൽ പരിഹാരം കണ്ടെത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ കാണിക്കുന്ന പൗരബോധമാണ് പൗരപ്രമുഖന്റെ കടമ. ആ കടമ നിറവേറ്റാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പൗരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട